കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. മുൻ കൈക്കൂലി കേസിൽ വിവാദനായ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജി എന്ന ഉദ്യോഗസ്ഥനെയാണ്, അതും സർക്കാർ മാനേജ്മെന്റ് സ്കൂളിന് തന്നെ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ വിദ്വാനെയാണ് അതീവ സാഹസികമായ രീതിയിൽ വിജിലൻസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസവും കൈക്കൂലി കേസിൽ വിവാദനായ ഇദ്ദേഹത്തെ കൗൺസിലർമാർ തടഞ്ഞുവെക്കുകയും ചാനലുകളിൽ വാർത്ത വന്നതുമാണ്. ഈ തൊടുപുഴ കുമ്മങ്കലിലുള്ള ഒരു BTM LP സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ എല്ലാ സ്കൂളിനും വർഷത്തിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ 1 മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ഇവിടുത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത അജി എന്ന് പറയുന്ന ആൾ അത് പോയി പരിശോധിക്കുകയും എന്നാൽ ഇതുവരെ അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി, അഡ്മിനിസ്ട്രേറ്റർ കയറി ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ അജി അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുത്താലേ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഇസ്മായിൽ അയാൾ ഇതിന്റെ ഉടമസ്ഥൻ അജിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ വിവരം അറിയിക്കുകയും അദ്ദേഹം ഈ അജിയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഈ 1 ലക്ഷം രൂപ തന്നെ ആവശ്യപ്പെടുകയും അത് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് കേസെടുത്തു. അതിൽ 1-ാം പ്രതി അജി CT ആണ് എഞ്ചിനീയർ. 2-ാം പ്രതിയായിട്ട് ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. അദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ പ്രേരിപ്പിച്ചൊരു കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്യാമറയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട്, അതൊരു കോൺട്രാക്ടറാണ്, അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിക്കുകയും അത് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ആ പണം കൈമാറുകയും ചെയ്തു. കോൺട്രാക്ടർ അദ്ദേഹത്തെയാണ് പൈസ ഏൽപ്പിച്ചത്. അപ്പം പണം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും കൊടുത്തതും അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ അജി CT പിന്നീട് ഇപ്പോൾ ഈ പണം വാങ്ങിയ റോഷനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന നാളെ മൂവാറ്റുപുഴ കേസിലേക്ക് ആകും. ഈ റോഷനെതിരെ വേറെ ക്രിമിനൽ ആക്ഷൻ കിട്ടുക, കാരണം അതൊരു സിവിലിയനാണ്. അല്ല, സിവിലിയനാണെങ്കിലും ഇപ്പോൾ ഇതിന്റെ പാർട്ട് ഓഫ് ഈ എലിഗേഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഏജന്റ് എന്ന നിലയിൽ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ കോടതി ഹാജരാക്കും. കോടതി ബാക്കി കാര്യങ്ങൾ ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല. ചെയർമാൻ നമ്മുടെ FIR പ്രതിയാണ്. അപ്പോൾ അത് ബാക്കി അതിന്റെ അന്വേഷണത്തിൽ, കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ മൊഴിയാണ് നമുക്കുള്ളത്. ചെയർമാൻ ആവശ്യപ്പെട്ടുന്നുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ തെളിവുകളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 2-ാം പ്രതിയായിട്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഈ കംപ്ലൈന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബാക്കി അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടുന്നവർക്ക് നിലവിൽ നമ്മൾ അജിയെ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. പുള്ളി അക്സെപ്റ്റ് ചെയ്തു. ഇതെങ്ങനെ ആവശ്യപ്പെട്ടാന്നുള്ള പുള്ളി അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അദ്ദേഹം ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു പേരുകളോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. ഈ ഇടവേളക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നുണ്ടോ? ഈ ചെയർമാൻ സോറി അത് കൂടുതൽ അവരുടെ CDR മറ്റ് ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതൽ വേറെ ആൾക്കാരുടെ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ഇവിടെ പ്രോത്സാഹന പരിപാടി ഉണ്ടായതാണ് വിഷയം. ചില ഉദ്യോഗസ്ഥരെ അഴിമതി നടത്താൻ വേണ്ടി മാത്രം കയറൂരി വിട്ടിരിക്കുന്നതിനാൽ മുനിസിപ്പൽ ചെയർമാന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഈ റെയ്ഡിൽ നിന്ന് വ്യക്തമാകുന്നു. ഇത്രയും വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിക്രമങ്ങൾ എടുക്കാത്തതിൽ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഈ കുടുക്കിൽ വീണത്. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്, KK വിജയൻ.